ഞാൻ അരുന്ധതിയെ വിളിച്ചിരുന്നു, ദേവികയുടെ MD. കാണണമെന്ന് പറഞ്ഞു. യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. കാര്യങ്ങൾ സംസാരിച്ചൊരു പരിഹാരം ഉണ്ടാക്കണം. അതെ, നന്ദന്റെയും ദേവികയുടെയും ജീവിതത്തില് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതാണോ? സിദ്ധുവും ഞാനും കൂടി അഭിപ്രായ വ്യത്യാസവും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പിരിഞ്ഞു മാറി നിന്നിട്ടില്ല. നന്ദന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നോക്കുമ്പോ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവൻ നേരിട്ട് കണ്ടതല്ലേ. ദേവികയാണെങ്കില് പലതും മറയ്ക്കുന്നത് പോലെയാ സംസാരിക്കുന്നത്. ദേവികയെ എനിക്കും തനിക്കും അറിയാലോ. അവളുടെ സ്വഭാവശുദ്ധിയെ സംശയമുണ്ടോ? പക്ഷേ അമ്പലത്തില് ദേവികയെ ഒരു ചെറുപ്പക്കാരനുമൊത്ത് കണ്ടതല്ലേ. അതൊരു ഫ്രണ്ടായി കൂടെ പ്രഭ. നോക്ക്, അവന് സപ്പോർട്ടാവുന്ന രീതിയിൽ അവനോട് സംസാരിക്കണ്ട. ഞാൻ നന്ദനോട് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന്. ദേവികയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് ഞാൻ ദേവികയെ ന്യായീകരിക്കണമെന്ന് അവൻ പറയുന്നത്. അല്ല, ഒന്നാലോചിച്ച ദേവികയെ 100% ന്യായീകരിക്കാൻ പറ്റുമോ സിദ്ധു? അത് ശരി, ഇപ്പൊ തനിക്ക് സംശയമാണോ? അല്ല, എനിക്കൊന്നിനും വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് തല പുണ്ണാക്കണ്ട.